ഫ്രണ്ട്സ് ഇത് ഐഫോൺ എക്സ് ആണ്. ഇതിന്റെ കംപ്ലൈന്റ് കസ്റ്റമറിന് ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ വർക്കിംഗ് അല്ല. ഡിവൈസ് നമുക്ക് നേരെ സേവട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിന്റെ മദർ ബോർഡ് നേരെ റിമൂവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കാണാൻ പറ്റും സ്ക്രൂ ബോൾ ഡാമേജ് ആയിരിക്കുന്നതാണ്. ലോങ് സ്ക്രൂ ടൈറ്റ് ചെയ്താണ്. അതിനുശേഷം മദർ ബോർഡ് പ്രീഹീറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. ഇതിൽ ഓഡിയോസിന്റെ ആ ഭാഗത്ത് തന്നെ സ്ക്രൂ ഓവറായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ബോർഡ് ഡാമേജ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ബോർഡ് സാപ്പിങ്ങിന്റെ ഓപ്ഷൻ ഉണ്ട്. നേരെ ഇത് CPU റിമൂവ് ചെയ്യാം. CPU ചുറ്റുള്ള കമ്പ് നല്ല സേഫ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാണ്, CPU ഡാമേജ് വരാതെ. ശേഷം പ്രോപ്പറായിട്ട് ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന ശേഷം CPU നേരെ റിമൂവ് ചെയ്യാം. CP-നകത്തിരിക്കുന്ന കമ്പ് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാണ്. ചെറിയൊരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ CP ഡാമേജ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. അതിനുശേഷം CP-നകത്ത് കമ്പ് ഇതുപോലെ ഫ്രഷ് ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യാണ്. ഹീറ്റ് കൺട്രോൾ ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ അതിന് കമ്പ് ക്ലീൻ ചെയ്യുക. അതുപോലെ നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ശേഷം കുറച്ച് ഫ്ലെക്സ് ആഡ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കി നമുക്ക് നേരെ CPU ക്ലീൻ ചെയ്തിട്ട് നേരെ റീബോൾ ചെയ്യാണ്. റീബോൾ ചെയ്യുമ്പോൾ PPD ഓഫ് ഫീഡ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം പെർഫെക്റ്റ് ആയിട്ട് റീബോൾ ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തത് ഇതിന്റെ നാൻഡേസ് നേരെ റിമൂവ് ചെയ്യണം. നാൻഡേസി കറക്റ്റായിട്ട് ഗം കട്ട് ചെയ്തതിനു ശേഷം കറക്റ്റ് പ്രോപ്പർ ഹീറ്റിൽ നാൻഡേസ് റിമൂവ് ചെയ്തതിനു ശേഷം ഈ പ്രോം റിമൂവ് ചെയ്യാണ്. ഈ പ്രോം നേരെ റീബോൾ ചെയ്യാണ്. ശേഷം നാൻഡാസ് ഇങ്ങനെ ഗമ്മല്ല നല്ല നീറ്റായിട്ട് സോൾഡർ ബ്രിക്ക് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ശേഷം നാൻഡേസി നമുക്ക് നേരെ റീബോൾ ചെയ്യാം. കുറച്ച് ഫ്ലക്സ് ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാറാൻ പോകുന്ന പുതിയ CNC ബോർഡാണ്. ഈ ബോർഡിലേക്ക് നമുക്ക് നേരെ CPU, EEPROM, നാൻഡേസ് ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ആദ്യം തന്നെ നമുക്ക് നേരെ EEPROM ഇൻസ്റ്റാൾ ചെയ്യുക. കറക്റ്റ് CPU കറക്റ്റ് അലൈൻ ചെയ്തതിനു ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം ബോൾസ് എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നേരെ നമുക്ക് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ പറ്റും DFE മോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരെ നാൻഡേസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നാൻഡേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം കാണാൻ പറ്റും ട്രിഗർ ആകുന്നുണ്ട്, പാമ്പർ റൺ ആകുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 ആമ്പർ എടുക്കുന്ന ഡിവൈസിൽ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് നേരെ ലെയർ റീബോൾ ചെയ്ത് റീകോമ്പിനേഷൻ ചെയ്ത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഡിവൈസിന്റെ നോർമലി ഓൺ ആയിരിക്കുകയാണ്. നമുക്ക് നേരെ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാൻ പറ്റും ക്യാമറ കംപ്ലൈന്റ് നമ്പർ മാറിയിട്ടുണ്ട്. അപ്പം ക്യാമറ ഓക്കെയാണ്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇവിടുത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമ്പോഴേ മറക്കല്ലേ.